ഒരു മഴയത്ത് ഒരു കുടയിൽ രണ്ടുപേർ നടന്നു പോകുമ്പോൾ അതിലാർക്കാണ് ഏറ്റവും കൂടുതൽ സ്നേഹമെന്നറിയാൻ ആരാണ് ഏറ്റവും കൂടുതൽ നനഞ്ഞതെന്ന് നോക്കിയാൽ മതി. ദൈവം അനുഗ്രഹിക്കട്ടെ. പറയുകയാണെങ്കിൽ പോളിഫോണിക് നേച്ചറുള്ളവർ, ബഹുസ്വര സ്വഭാവങ്ങളുള്ള രണ്ടുപേർ, രണ്ട് സ്വഭാവങ്ങളുള്ളവർ ഒരു സ്വഭാവമായിട്ട് മടങ്ങിപ്പോകാനായിട്ട് കഴിയുകയില്ല. എന്നാൽ ഒരു കൃപയുടെ കീഴിൽ ഒരുമിച്ച് ജീവിക്കുവാനായിട്ട് വലിയൊരു തീരുമാനമെടുത്ത് മടങ്ങിപ്പോവുകയാണ്. മലയാളത്തിൽ അതിമനോഹരമായി എഴുതിയിരിക്കുന്ന ഒരു കവിതയുണ്ട്, ബീരാൻകുട്ടി മാഷിൻ്റെയാണ്. അതിൻ്റെ അവസാന വരികൾ ഇങ്ങനെയാണ്: ഒരു മഴയത്ത് ഒരു കുടക്കീഴിൽ രണ്ടു പേർ നടന്നു പോകുമ്പോൾ അതിലാർക്കാണ് കൂടുതൽ സ്നേഹമെന്നറിയാൻ ആരാണ് കൂടുതൽ നനഞ്ഞതെന്ന് നോക്കിയാൽ മതി. ഇനി നിങ്ങൾ ഒരു കുടക്കീഴിലുള്ള യാത്ര ആരംഭിക്കുകയാണ്. സ്നേഹത്തിലാണ് തോറ്റുകൊടുക്കുവാനുള്ള അവസരങ്ങളുള്ളത്. സ്നേഹത്തിൽ കൂടുതൽ തോറ്റുകൊടുത്തുകൊണ്ട് രായുഷ്കാലം മുഴുവൻ ദൈവകൃപയിൽ ജീവിക്കാനായിട്ട് ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കൂദാശയെ പിതാക്കന്മാർ അതിമനോഹരമായി വിവരിക്കുന്നത് ഇറ്റ്സ് എ സാക്രമെൻ്റ് ഓഫ് ലവ് എന്നുള്ളതാണ്. ഇത് സ്നേഹത്തിൻ്റെ കൂദാശയാണ്. ഇത് നിങ്ങൾ തമ്മിൽ മാത്രമുള്ളതല്ല കേട്ടോ, മറിച്ച് രണ്ട് കുടുംബങ്ങൾ തമ്മിൽ ഉള്ളത് കൂടിയാണ്. ഞങ്ങൾ ആരുടെ കൂടെയാണോ നിന്നത്, ഈ ദേവാലയത്തിൻ്റെ അതിശ്രേഷ്ഠനായിരുന്ന മെത്രാപ്പോലീത്തയായ സക്കറിയ മാർ തെയോഫിലോസ് തിരുമനസ്സുകൊണ്ട് ആവർത്തിച്ച് ഓർമ്മിപ്പിക്കുമായിരുന്നു, ഇന്ന് മുതൽ ചില കാര്യങ്ങൾക്കൊക്കെ ചില മാറ്റങ്ങളുണ്ടെന്ന്. അതായത് വിവാഹം കഴിഞ്ഞിട്ട് നമ്മളെ ഇങ്ങനെ വിളിക്കും ഡോട്ടർ ഇൻ ലോ എന്ന്. ആ ലോ മാറ്റിയിട്ട് അവിടെ ലവ് ചേർത്ത് നോക്കി, ഡോട്ടർ ഇൻ ലവ് ആവും. അതുപോലെ തന്നെ തിരിച്ചും സൺ ഇൻ ലോ മാറ്റിയിട്ട് അവിടെ ലവ് ചേർത്താൽ സൺ ഇൻ ലവ് ആയിത്തീരും. അപ്പോൾ നമ്മൾ ചെന്ന് ചെല്ലുന്നതായിരിക്കുന്ന ഇടങ്ങളിൽ ഈ നിയമത്തിൻ്റേതായിരിക്കുന്ന കാര്യങ്ങൾ മാറിയിട്ട് സ്നേഹത്തിൻ്റെ ഊഷ്മാവിൽ ഉള്ളൊരു ജീവിതം സാധ്യമായി തീരും. എവരി ലോ ഈസ് ബ്രേക്കബിൾ ബട്ട് ലവ് ഈസ് അൺബ്രേക്കബിൾ. അതുകൊണ്ടല്ലേ നമ്മൾ ഈ വാഹനമൊക്കെ ഓടിച്ചു പോകുമ്പം ഹെൽമെറ്റ് വെക്കാതിരിക്കുന്നപ്പോഴാണ്. നമ്മൾ ആരെങ്കിലും നമ്മളെ ചെക്ക് ചെയ്യാനുണ്ട് എന്ന് തോന്നിയാൽ നമ്മൾ ഈ നിയമങ്ങളൊക്കെ സ്വയമായിട്ട് പാലിക്കും. എന്നാൽ ആരും ചെക്ക് ചെയ്യുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ നിയമങ്ങളൊന്നും ബാധകമല്ലല്ലോ. അതുകൊണ്ട് ചില വേളകളിൽ നിയമങ്ങൾ ബ്രേക്കബിൾ ആവുന്നുണ്ട്, പക്ഷെ സ്നേഹം അതൊരു കാലത്തും ബ്രേക്ക് ചെയ്യാനായിട്ട് കഴിയുകയില്ല. അതുകൊണ്ടാണ് പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ 1 കൊരിന്ത്യർ 14-ാം അധ്യായം ആരംഭിക്കുന്നത് ഇപ്രകാരമാണ്: ട്രൈ ടു എക്സ്പ്രസ് ലവ്. സ്നേഹം പ്രകടിപ്പിക്കുവാൻ ഉത്സാഹിക്കണം. എങ്ങനെയാ അഖിലേ, എങ്ങനെയാ ബ്രൈറ്റി സ്നേഹം പ്രകടിപ്പിക്കുന്നത്? ഒന്ന് പരസ്പരം നോക്കാവോ? സത്യത്തിൽ നോട്ടങ്ങളിലൊക്കെ നല്ല പുഞ്ചിരി ഉണ്ടാകും. നല്ല പുഞ്ചിരികളാണ് നല്ല സ്നേഹത്തെ പ്രകടിപ്പിക്കുന്നത്. നിങ്ങൾ കാണുന്ന എല്ലാ വേളകളിലും നിങ്ങളുടെ മുഖത്ത് നല്ല പുഞ്ചിരി ഉണ്ടാകണം. അത് നന്നായിട്ട് സ്നേഹത്തെ പ്രകടിപ്പിക്കും. വാക്കുകളിലൂടെയാണ് സ്നേഹം കുറേ കൂടി അതിശക്തമായിട്ട് ഒഴുകുന്നത്. അതുകൊണ്ടായിരിക്കാം പരിശുദ്ധനായിരിക്കുന്ന പൗലോസ് അപ്പോസ്തലൻ കൊലോസ്യർക്ക് ലേഖനം എഴുതിയപ്പോൾ 4-ാം അധ്യായം 6-ാമത്തെ തിരുവചനം ഇങ്ങനെയാണ് ഓർമ്മിപ്പിക്കുന്നത്: നിങ്ങളുടെ വാക്ക് എപ്പോഴും കൃപയോട് കൂടിയത് ആയിരിക്കട്ടെ. കൃപയിലുള്ള വാക്കുകൾ മാത്രമേ അഖില് ബ്രൈറ്റിയോട് പറയാവൂ, ബ്രൈറ്റിയും കൃപയിലുള്ള വാക്കുകൾ മാത്രമേ അഖിലിനോടും പറയാവൂ. അല്ലാത്ത സമയം മിണ്ടാതിരുന്നാലും കുഴപ്പമില്ല. നല്ല സംസാരങ്ങൾ നല്ല സ്നേഹത്തെ വർദ്ധിപ്പിക്കും. നമുക്ക് ഇടയ്ക്ക് എന്നിരുന്നാലും ജീവിതത്തിൻ്റെ വഴിത്താരകളിൽ ചില ദേഷ്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മളൊന്ന് ഓർത്തേ, നല്ല സൗഹൃദങ്ങളാണ് നല്ല സ്നേഹത്തെ വർദ്ധിപ്പിക്കുന്നത്. നിങ്ങൾ തമ്മിൽ നല്ല സുഹൃത്തുക്കളായിരുന്നു കഴിഞ്ഞ നാളുകളിൽ. ഒരേ മാമോദിസ തൊട്ടിയിൽ നിന്ന്, ഒരേ സൺഡേ സ്കൂളിൽ, ഒരേ യുവജന പ്രസ്ഥാനത്തിൽ, ഒരേ ഗായക സംഘത്തിൽ ഒരുമിച്ച് പ്രാർത്ഥിച്ച് ജീവിച്ച് വളർന്നു വന്ന രണ്ടുപേർ നല്ല സുഹൃത്തുക്കളായിരുന്നു അല്ലേ? എന്നാൽ ഇനി മുതൽ ഭാര്യാഭർത്തൃ ബന്ധത്തിലൂടെ ദമ്പതികളായി കുടുംബമായിട്ട് ജീവിക്കുകയാണ്. ഈ സുഹൃത്ത് ബന്ധത്തിലും ഭാര്യാഭർത്തൃ ബന്ധത്തിലുമുള്ളതായിരിക്കുന്ന ഒരു പ്രത്യേകത എന്തെന്നോ, നമ്മൾ 3-4 സുഹൃത്തുക്കൾ ഒരു സ്ഥലത്തേക്ക് പോയി. അവിടെ താമസിച്ചിട്ട് മടങ്ങി വരുമ്പോൾ നമ്മൾ പറയാണ്, എടാ ബാഗ് ആ മുറിയിലാണ്, നമ്മൾ താമസിച്ച മുറിയിൽ എടുക്കാൻ മറന്നുപോയി കേട്ടോ. നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ പെട്ടെന്ന് തിരിച്ചു പോകും, ആ ബാഗ് എടുത്ത് തിരിച്ചു വരും. എന്നാൽ ഭാര്യയും ഭർത്താവും കൂടി ഒരു യാത്ര പോയി. യാത്രയിൽ താമസിച്ചതായിരിക്കുന്ന സ്ഥലത്ത് നിന്ന് മടങ്ങി വരുമ്പോൾ അവൾ പറയാണ്, ചേട്ടായി നമ്മുടെ ബാഗ് അവിടെ ഇരിക്കുകയാണ് കേട്ടോ. എത്ര പെട്ടെന്നായിരിക്കും അല്ലേ നമ്മുടെ മുഖം മാറുന്നത്? വണ്ടി തിരിക്കുകയൊക്കെ ചെയ്യും, പക്ഷേ ആ യാത്രയ്ക്ക് സ്നേഹത്തിൻ്റെ ഊഷ്മാവ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാകും. ഒരത്താഴമേശയിൽ ഒരുമിച്ചായിരിക്കുമ്പോൾ, സുഹൃത്തുക്കൾ തമ്മിൽ ഒരുമിച്ചിരിക്കുമ്പോൾ എൻ്റെ കൈ തട്ടി ഒരു ഗ്ലാസ് താഴെ വീണ് കഴിഞ്ഞാൽ യാതൊരു കുഴപ്പമില്ല. നോക്കിയിട്ടൊക്കെ ചെയ്യണ്ടേ, അത്രയൊക്കെ ചോദിക്കത്തുള്ളൂ. പക്ഷെ ഒരുമിച്ച് നമ്മൾ നമ്മുടെ ജീവിത പങ്കാളിയുമായി ഒരു അത്താഴമേശയിലിരിക്കുമ്പോൾ അവളുടെ കൈയെങ്ങാനും തട്ടി ഒരു ഗ്ലാസ് താഴെ വീണാൽ എത്ര പെട്ടെന്നല്ല നമ്മുടെ മുഖം വാടുന്നത്. ഓർക്കണമേ, സ്നേഹം
ദൈവികമാണ്. പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ 1 കൊരിന്ത്യർ 13 ഓർമ്മിപ്പിക്കുന്നത് പോലെ സ്നേഹത്തിന് മാലാഖമാരുടെ ഭാഷയാണ് കേട്ടോ. സ്നേഹമില്ല എങ്കിൽ ഏതുമില്ല. മൈനസ് ലവ്, വിദ്യാഭ്യാസം ഉണ്ടായിട്ട് എന്താ കാര്യം? മൈനസ് ലവ്, പണം ഉണ്ടായിട്ട് എന്താ കാര്യം? മൈനസ് ലവ്, നമുക്ക് ആരോഗ്യം ഉണ്ടായിട്ട് എന്താ കാര്യം? നിങ്ങളുടെ ഇടയിൽ നല്ല സ്നേഹമുണ്ട്, അതൊരായുഷ്കാലം മുഴുവൻ കൊണ്ട് നടക്കുവാൻ ഈ കൂദാശ നിങ്ങൾക്ക് അനുഗ്രഹമായി തീരും. രണ്ടാമതായിട്ട് ഈ കൂദാശയെക്കുറിച്ച് പിതാക്കന്മാർ പഠിപ്പിക്കുന്നത് ഇറ്റ്സ് എ സാക്രമെന്റ് ഓഫ് ക്രൗണിങ് എന്നുള്ളതാണ്. ഇത് കിരീടധാരണത്തിൻ്റെ കൂദാശയാണ്. തുടർന്നുള്ള ഭാഗം അതാണല്ലോ, കിരീടധാരണത്തിൻ്റെ കൂദാശയാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓർക്കുന്നുണ്ടോ, ആദ്യം കിരീടം ലഭിച്ചത് നിങ്ങൾക്ക് ഇതേ പള്ളി വെച്ച് തന്നെയാണ്. നിങ്ങളുടെ മാമോദീസയുടെ സമയത്ത് ഒരു കൊച്ചു കിരീടം നിങ്ങളുടെ കൊച്ചു നെറ്റിയിൽ വെച്ചിട്ട് പുരോഹിതൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്, ഈ കിരീടം നീക്കപ്പെടുന്നതോടുകൂടെ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ സഹായം നീക്കപ്പെടാതെ നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ. ഇത് നിങ്ങൾക്ക് രണ്ടാമതായിട്ട് ഈ ദേവാലയത്തിൽ വെച്ച് കിരീടം നൽകുകയാണ്. ഈ 2 കിരീടങ്ങളും ഭൗമിക സഭയിലാണെങ്കിൽ സ്വർഗീയ സഭയിൽ ഒരു കിരീടമുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് പരിശുദ്ധനായ അപ്പോസ്തലൻ ആവർത്തിച്ച് ഓർമ്മിപ്പിക്കുന്നത്, നീതിയുടെ കിരീടം എനിക്കായി കാത്തുവെച്ചിരിക്കുന്നു. അഖിലും ബ്രൈറ്റിയും ഈ ഭൗമിക സഭയിൽ പ്രാർത്ഥനയോടെ, വിശ്വസ്തയോടെ, കൃപയോടെ, സ്നേഹത്തിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ചാൽ മക്കളെ, നിങ്ങൾക്ക് 2 പേർക്കും സ്വർഗത്തിലൊരു കിരീടമുണ്ടാകും കേട്ടോ. അതുകൊണ്ടാണ് അടുത്ത ഭാഗത്തിൽ ഇങ്ങനെ ഒരു പ്രാർത്ഥനയുണ്ടല്ലോ. നിങ്ങൾ പ്രാർത്ഥനകൾ കാണാതെ ചൊല്ലി ഇത്രയും ഭാഗം പങ്കെടുത്തവരായതുകൊണ്ടും പ്രാർത്ഥനകൾ നിങ്ങളുടെ ഹൃദയത്തിലുള്ളതുകൊണ്ടും തേജോ ലോകത്ത് ഇവരുടെ കാലം ശുഭമാകണം. തേജോ ലോകത്തിൽ എത്തിച്ചേരുന്നത് വരെയുള്ള നാളുകളിൽ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവാത്മാവിൻ്റെ കൃപയിൽ സ്വർഗീയ ലോകത്തെ കിരീടം പ്രാപിക്കുവാൻ ഉതകുന്ന രീതിയിൽ ഈ ഭൂമിയിലെ ജീവിതം ക്രമീകരിക്കണം. അതിന് പ്രധാനമായിട്ട് 3 കാര്യങ്ങൾ ഉണ്ടാകണം. ഒന്ന്, നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കണം. 2 പേരെയും എനിക്ക് വ്യക്തിപരമായി പരിചയമുള്ളതുകൊണ്ടും അഖിൽ ഞങ്ങളുടെ കുടുംബമായതുകൊണ്ടും ബ്രൈറ്റി ഒരു 10 വർഷം മുൻപ് ഈ ദേവാലയത്തിൽ വൈദിക സെമിനാരിയിൽ നിന്ന് മിഷണറി ആയിട്ട് വന്നതായിരിക്കുന്ന നാൾ ഉള്ള കാലം മുതലുള്ള പരിചയമായതുകൊണ്ടും നിങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച് ജീവിച്ചതിൻ്റെ സാഹചര്യങ്ങൾ എനിക്കറിയാവുന്നതുകൊണ്ടും തുടർന്നും നല്ല പ്രാർത്ഥന ഉണ്ടാകണം. ഇത്രയും കാലം നിങ്ങൾ പള്ളിയിൽ വെച്ചാണ് ഒരുമിച്ച് പ്രാർത്ഥിച്ചത് അല്ലേ? എന്നാൽ ഇന്ന് സന്ധ്യയ്ക്ക് മുതൽ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കണം. 2 പേർക്കും ആരോഗ്യമുണ്ട്, 2 പേരും നല്ല മിടുക്കരാണ്. കുമ്പിട്ട് പ്രാർത്ഥിക്കണം വീട്ടിൽ. ഒരു ദിവസം പോലും നിങ്ങളുടെ പ്രാർത്ഥന മുടങ്ങരുത്. രണ്ടാമതായിട്ട് നിങ്ങൾ നന്നായിട്ട് ബൈബിൾ വായിക്കണം. നമ്മൾ ഈ വിവാഹത്തിൻ്റെയൊക്കെ സമയത്ത് പ്രീ മാരേജ് കൗൺസിലിങ്ങിനൊക്കെ ചെല്ലുമ്പോൾ അവർ ഒരുപാട് പുസ്തകങ്ങളെ പരിചയപ്പെടുത്തും. ഇന്ന പുസ്തകമൊക്കെ വായിച്ചാൽ കുടുംബജീവിതം സക്സസ് ആവാന്ന്. വെറുതെ കേട്ടോ, നന്നായിട്ട് വേദപുസ്തകം വായിച്ചാൽ മതി. അതിൽ അബ്രഹാമിൻ്റെയും സാറയുടെയും ജീവിതമുണ്ട്, അതിൽ സക്കറിയാവിൻ്റെയും എലിസബത്തിൻ്റെയും ജീവിതമുണ്ട്, അതിൽ ജോസഫിൻ്റെയും മറിയത്തിൻ്റെയും ജീവിതമുണ്ട്. നന്നായിട്ട് വേദപുസ്തകം വായിച്ചാൽ അത് നിങ്ങൾക്ക് എങ്ങനെ ജീവിക്കണമെന്ന് വഴി പറഞ്ഞു തരും. ഓർക്കണമേ, ബൈബിൾ ഈസ് ദ ബെസ്റ്റ് മാരേജ് മാനുവൽ. അത് മാത്രം വായിച്ചാൽ മതി. വേദപുസ്തകത്തിനകത്തെല്ലാം ഉണ്ട്. അതുകൊണ്ടാണ് അബ്രഹാമിനെക്കുറിച്ച് വേദപുസ്തകം പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? അബ്രഹാം എവിടെയൊക്കെ ഉണ്ടായിരുന്നോ അവിടെയൊക്കെ സാറ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ജീവിതത്തിൻ്റെ അലച്ചിലുകളിൽ, സങ്കടങ്ങളിൽ, നൊമ്പരങ്ങളിൽ, കഷ്ടപ്പാടുകളിൽ അബ്രഹാമിൻ്റെ കൂടെ സാറയുണ്ടായിരുന്നു. വേർ ദർ ഈസ് എബ്രഹാം ദർ ഈസ് സാറ. നിങ്ങളുടെ ജീവിതത്തിൽ ഇത് മാറ്റണം കേട്ടോ. വേർ ദർ ഈസ് അഖിൽ ദർ ഈസ് ബ്രൈറ്റി. അത് നിങ്ങളുടെ ജീവിതത്തിൽ എഴുതി വെക്കണമേ. മൂന്നാമതായിട്ട്, ഭവനത്തിൽ നിന്നിപ്പോൾ ഇങ്ങോട്ട് കടന്നു വന്നപ്പോൾ ഒരുപാട് ബ്ലെസ്സിങ്സ് ശേഖരിച്ചിട്ടാണ് വന്നത്. ഇനി തുടർന്നുള്ളതായിരിക്കുന്ന ഭാഗം മുഴുവൻ അനുഗ്രഹത്തിൻ്റെ ഭാഗങ്ങളാണ്. സ്വർഗീയ അനുഗ്രഹങ്ങളാൽ പുരോഹിതൻ നിങ്ങളെ കുരിശ് കൊണ്ട് ആശീർവദിച്ച് കുരിശ് നിങ്ങളെ ധരിപ്പിക്കുന്ന ആശീർവാദത്തിൻ്റെ ഭാഗങ്ങൾ. പ്രിയപ്പെട്ട അഖിൽ, ബ്രൈറ്റി, നിങ്ങൾ ഓർക്കണം, ജീവിതത്തിൽ നല്ല ആശീർവാദങ്ങൾ ഉണ്ടാകണം. പിതാവ് മരണപ്പെട്ടതിനെ തുടർന്ന് അമ്മ പഠിപ്പിച്ച് വളർത്തി കഷ്ടപ്പെട്ടതിൻ്റെ ആശീർവാദങ്ങൾ അമ്മയുടെ ഹൃദയത്തിൽ നിന്ന് അഖിലിലേക്ക് ഒരുപാട് ഇറങ്ങിയിട്ടുണ്ട്. എല്ലാവരുടെയും ആശീർവാദങ്ങൾ ശേഖരിക്കണം. ഈ അനുഗ്രഹം എന്ന 4 അക്ഷരം വലിയൊരു മാജിക്കൽ വേർഡാണ്. ബ്ലെസ്സിങ്സ് ഈസ് എ മാജിക്കൽ വേർഡ്. അനുഗ്രഹം എന്ന 4 അക്ഷരം ഉണ്ടെങ്കിൽ ഏത് മരുഭൂമിയിൽ പോയി കിടന്നാലും ആവശ്യ നേരത്ത് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ കിട്ടും. അനുഗ്രഹം എന്ന 4 അക്ഷരമില്ലെങ്കിൽ കുലം കുത്തിയൊഴുകുന്ന യമുനാ തീരത്ത് കൊട്ടാരം കിട്ടി ജീവിച്ചാലും ആവശ്യം നേരത്തെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ കിട്ടത്തില്ല. അതുകൊണ്ട് നന്നായിട്ട് അനുഗ്രഹങ്ങളെ ശേഖരിക്കുവാനുള്ള സമയമാണ് തുടർന്നുള്ള സമയം. നന്നായിട്ട് പ്രാർത്ഥിക്കണം, ബൈബിൾ വായിക്കണം, നന്നായിട്ട് അനുഗ്രഹങ്ങളെ ശേഖരിക്കണം. ഈ കൂദാശ നിങ്ങൾ തമ്മിലും 2 കുടുംബങ്ങൾ തമ്മിലുമുള്ള സ്നേഹത്തിൻ്റെ കൂദാശയാണ്. ഇത് സ്വർഗീയ രാജ്യത്തിൽ എത്തിച്ചേരുമ്പോൾ കിരീടം ശേഖരിക്കുന്ന കൂദാശയാണ്. അതിന് ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾക്കിടയാകട്ടെ. എല്ലാ ആശംസകളും വന്നുചേർന്ന എല്ലാ വൈദികരുടെ പേരിലും ഈ സമയത്ത് നിങ്ങളെ അറിയിക്കുകയാണ്. അനുഗ്രഹപൂർണമായ കുടുംബജീവിതം നയിക്കാൻ ദൈവം ഇടയാക്കട്ടെ. ഒരു മഴയത്ത് ഒരു കുടയിൽ 2 പേർ നടന്നു പോകുമ്പോൾ
അതിലാർക്കാണ് ഏറ്റവും കൂടുതൽ സ്നേഹമെന്നറിയാൻ ആരാണ് ഏറ്റവും കൂടുതൽ നനഞ്ഞതെന്ന് നോക്കിയാൽ മതി. ദൈവം അനുഗ്രഹിക്കട്ടെ. അവസരം തന്ന ബഹുമാനപ്പെട്ട അച്ഛനോടുള്ള സന്തോഷം അറിയിക്കുന്നു.